ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അരി ഉഴുന്ന് ചേർത്ത് കൊടുക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ തയ്യാറാക്കിയെടുത്താലോ. രാവിലെ എണീറ്റ ഉടനെ തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഒട്ടും തേങ്ങ ചേർത്ത് കൊടുക്കാണ്ടാണ് ചട്നി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവിടെ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഈ റവ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം റവ വെള്ളം ശരിക്കും അബ്സോർബ് ചെയ്ത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്കൊരു 5-6 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 കാശ്മീരി ചില്ലി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ. ഞാനിപ്പോൾ അതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. വെള്ളം ഒട്ടും കൂടി പോകരുത്. ദോശമാവിന് അരച്ചെടുക്കുന്ന അതേ രീതിയിൽ വേണം നമുക്ക് മാവ് അരച്ചിട്ടെടുക്കാൻ. ഇനി അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് വറുത്ത നിലക്കടല ഒരു ചട്നി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കാണ്ടാണ് ചട്നി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ അതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചട്നിക്ക് കട്ടി കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശമാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവ ചൂടാക്കി എടുക്കുന്നുണ്ട്. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ഒരു കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ പരത്തി കൊടുക്കാം. ദോശത്തവ അധികം ചൂടായി പോവരുത്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മാവ് പരത്തിയെടുക്കാൻ പറ്റില്ല. ഈ ദോശ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ദോശൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി വന്നതിൻ്റെ ശേഷം വേണം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ. ഒരു ചട്ടകം വെച്ചിട്ട് നമുക്ക് നെയ്യ് എല്ലാ ഭാഗത്തുനിന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ദോശ ഉണ്ടാക്കാൻ അധിക സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊരു ചട്ടകം വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടത്തിയിട്ടതിൻ്റെ ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ വെച്ചിട്ടുണ്ടാക്കിയ ദോശ തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്കിതുപോലെ ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ട് മാവ് തയ്യാറാക്കിയെടുത്തുകൊണ്ട് ഇത് ചട്നി കൂട്ടാണ്ട് ഇത് നല്ല ടേസ്റ്റി തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. വെറും 5 മിനിറ്റിൽ നമുക്ക് ദോശ തയ്യാറായി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.